എന്താണ് ഗൈസ് ഞാൻ ചെയ്യേണ്ടത്? ബിഗ് ബോസിന്റെ ഒരു പ്രേക്ഷക എന്ന ലെവലിൽ എനിക്കിഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റിനെതിരെയായിട്ട് ഒരു ആരോപണം ഉന്നയിച്ചപ്പോഴത്തേക്കിനും അത് എനിക്ക് ശരിയെന്ന് തോന്നിയ രീതിയിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു എന്റെ അക്കൗണ്ടിൽ. അത് അപ്ലോഡ് ചെയ്ത് പ്രതീക്ഷിക്കാതെയാണ് ആ വീഡിയോയ്ക്ക് ഏകദേശം ഒരു 800K മുകളിൽ വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അത് ഞാനായിട്ട് പറഞ്ഞുണ്ടാക്കി ചെയ്ത അല്ലെങ്കിൽ ആൾക്കാർ കാണണമെന്ന് വെച്ച രീതിയിൽ എനിക്ക് തോന്നിയ രീതിയിൽ ഞാനത് പോസ്റ്റ് ചെയ്ത സമയത്ത് അത്രയും വ്യൂസ് കിട്ടി. പക്ഷെ അതിപ്പോ പറഞ്ഞു വരുന്നത് ഞാൻ PR ചെയ്യുവാണ്. എന്റെ അടുത്ത് അതിനകത്ത് വരുന്ന മിക്ക കമന്റിനും ആൾക്കാർ ചോദിക്കുന്നത് എത്ര രൂപ കിട്ടി, എത്ര രൂപ തരുന്നു, എത്ര രൂപ കിട്ടി എന്നൊക്കെ എന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ വൈറലായ ഒരു വീഡിയോ ആണത്. വൈറലെന്നും പറയാൻ പറ്റത്തില്ല, നല്ല വ്യൂസ് ഉണ്ട്. അത് എങ്ങനെ അത് PR വർക്ക് ആവും, അല്ലെ ഈ PR വർക്ക് എന്താന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിക്കിഷ്ടമാണ് ജിസൈലിന്റെ ഗെയിമും സ്ട്രാറ്റജിയും ഒക്കെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആര്യനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ജിസൈലിനെ പേഴ്സണലി അവരുടെ ഗെയിമും ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അവർക്കെതിരെ ഒരു ആരോപണം വന്നപ്പോഴത്തേക്കിനും എനിക്ക് ശരിയെന്ന് തോന്നി ഞാൻ എന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. അത് ഇത്രയും വ്യൂസ് കിട്ടുന്ന സത്യം പറഞ്ഞ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ച കാര്യമല്ല. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിപ്പോ ഇത്രയും വ്യൂസ് കിട്ടിയല്ലോ എന്ന്. എന്റെ ഒരു വീഡിയോക്ക് ആദ്യമായിട്ട് ലൈഫിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല എനിക്ക് ഇത്രയും വ്യൂസ് ഒരു വീഡിയോക്ക് കിട്ടുമെന്ന്. ആദ്യമായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ശരിക്കും ഞാനും വണ്ടർ അടിച്ചു പോയി. ആ ഒരു സംഭവത്തില് കമന്റ്സ് വരുന്ന മൊത്തം PR വർക്കാ, പൈസ കൊടുത്ത് ചേച്ചി എത്ര രൂപ കിട്ടുന്നുണ്ട്, എത്ര രൂപ കിട്ടി, ആര് തന്നു എന്നൊക്കെ കുറെ ചോദ്യം വരുന്നുണ്ട്. ദൈവത്തിനാണ് എനിക്കാരും ഇതിന്റെ പേയ്മെന്റോ കാര്യങ്ങളൊന്നും എനിക്ക് തന്നിട്ടില്ല. അതുപോലെ റീച്ചുള്ള അക്കൗണ്ടൊന്നും അല്ല എന്റെ. പക്ഷെ എനിക്ക് ശരിയും തോന്നി ഞാൻ ഇട്ടു. ഇനി എന്തായാലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ എന്തായാലും കിട്ടും. അതുവരെ നമ്മൾ എന്തായാലും വെയിറ്റിംഗ് ആണ്. പക്ഷെ അഥവാ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം അവര് മെച്യൂർഡ് ആയിട്ടുള്ളൊരു ഗേൾ ആൻഡ് ബോയ് ആണ്. അവരിപ്പോ അത് കിസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാരും പറയുന്നു മലയാള ഫാമിലികൾ കാണുന്നതാണ്, കേരളത്തിലെ ആൾക്കാർ കാണുന്നതാണ്, ഇതൊരു ഫാമിലി ഷോ ആണ്. ശരി, ഓക്കെ, അതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കിസ് ചെയ്തെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ ഇഷ്യൂ ഒന്നും അല്ല. അനുമോള് പറയുന്ന ഒരു പെണ്ണും ചെറുക്കനും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു എന്നാ. അതെന്താ എനിക്കറിയത്തില്ല. അത് ഒരു കിസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇത്രയും തെറ്റായ കാര്യമാണെന്ന് എനിക്ക് എന്തായാലും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർ ആരും കിസ് ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യം ഞാൻ ചെയ്തു. ഇനി എന്തായാലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ദൈവത്തെ ഓർത്ത് ഇത് PR ഒന്നുമല്ല, എനിക്കിഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. ചേട്ടന്മാരൊന്നും വിഷമിക്കേണ്ട. എനിക്ക് എന്തായാലും ഇതിനകത്തുനിന്നൊരു പേയ്മെന്റ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തന്നെ തരാം കേട്ടോ. നിങ്ങളും ഒപ്പം നിങ്ങളുടെ അനുവിന്റെ PR വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോക്കോ, എനിക്കൊരു വിഷയമില്ല. എനിക്ക് എന്തായാലും PR വർക്കിന് പേയ്മെന്റ് കിട്ടുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കമന്റ് ഒക്കെ കണ്ടല്ലോ, അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ അറിയിക്കാം. താങ്ക്